ഈ 7 റൗണ്ട് അല്ലെ 8 റൗണ്ട് നഗരസഭ കഴിയുമ്പോൾ ബി.ജെ.പി. പ്രതീക്ഷിക്കുന്നത് 10,000 വോട്ടിന്റെ ലീഡ് മേടിച്ചാൽ മാത്രമേ അവർക്ക് മറ്റു പഞ്ചായത്തിലേക്ക് എങ്കിലും മിനിമം നിന്ന് ഫൈറ്റ് ചെയ്യാൻ കഴിയുള്ളൂ. ഈ സമയത്ത് ഇവിടെ LDFന്റെ പ്രതീക്ഷകൾക്കനുസരിച്ചാണ് അവിടെ കാര്യങ്ങൾ പോകുന്നത് എന്ന് പറയേണ്ടി വരും. സ്വാഭാവികമായി 3-ാം സ്ഥാനത്താണ്, പക്ഷേ നല്ല പ്രകടനം കിട്ടിയ വോട്ടുകൾ അത് വർദ്ധിപ്പിക്കുന്നു. 3000-ഓളം വോട്ടുകൾ ആദ്യ 2 റൗണ്ടിൽ വർദ്ധിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമല്ലല്ലോ. ഓക്കെ, അപ്പോൾ അത് നിലനിർത്തി മുന്നോട്ട് പോകുമോ? കാരണം അതിലൊരു സ്വീകാര്യതയുണ്ട്, സ്ഥാനാർത്ഥിയോടുള്ള ഒരു താല്പര്യമുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണി മുന്നോട്ട് വെച്ച വിഷയങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ എല്ലാ ഘട്ടത്തിലും വളരെ സജീവമായി തെരഞ്ഞെടുപ്പ് വിഷയങ്ങളായി മാറിയിരുന്നു. അപ്പോൾ അതിനൊക്കെ വോട്ടർമാരുടെ ഒരു സ്വീകാര്യതയും താല്പര്യവും ഇവിടെ കാണുന്നുണ്ട്. പക്ഷേ അതിനപ്പുറത്തേക്ക് മത്സരചിത്രം ഏതെങ്കിലും തരത്തിൽ മറിയുമോ എന്ന് പറയാറായിട്ടില്ല. അതിന് അടുത്ത റൗണ്ടുകളും വളരെ പ്രധാനപ്പെട്ടതാണ്. നമുക്ക് ഏതായാലും പ്രിയങ്കയുടെ ഭൂരിപക്ഷം 1,00,000 ലക്ഷത്തിലേക്ക് കടക്കുന്നു എന്നുള്ള വിവരത്തിലാണ് നമ്മളെല്ലാവരും ഇപ്പോൾ നിൽക്കുന്നത്. ചേലക്കര 2,592 അങ്ങനെ പ്രിയങ്ക ഗാന്ധിയുടെ ഭൂരിപക്ഷം ഞാൻ കൃത്യമായിട്ട് പറയാം. 47,213. 47,213 എടുത്തു എല്ലാം അതൊന്ന് കണക്ക് കൂട്ടി എടുക്കാൻ 50,000-ലേക്ക് എത്തുകയാണ്. ഏറ്റവും എളുപ്പം പാലക്കാട് ഭൂരിപക്ഷം പറയണം 858 നിൽക്കുകയാണ്. അപ്പോൾ അതാണ് വളരെ പ്രധാനപ്പെട്ട 3 ഉപതെരഞ്ഞെടുപ്പുകൾ കേരളത്തിൻ്റെ ഒരു പൊതുചിത്രം. നേരെ മഹാരാഷ്ട്ര 129, 145 കുറച്ചുകൂടി മഹാരാഷ്ട്രയിൽ മഹായുതി സഖ്യം എന്ന് പറഞ്ഞാൽ ബി.ജെ.പി. സഖ്യം മുന്നോട്ട് പോകുന്നുണ്ട്. എന്നാൽ 45-42 ഫൈറ്റ് കൊടുക്കുന്നുണ്ട്. 35-42 എന്ന നിലയിൽ ജാർഖണ്ഡ് നിൽക്കുകയാണ്. 129, 145 എന്ന നിലയിലാണ് ഇന്ത്യ സഖ്യം അവിടെ നിൽക്കുന്നത്. സിബി, വളരെ വേഗത്തിൽ കീ പോയിന്റ്സ് പറയൂ മഹാരാഷ്ട്രയെ കുറിച്ച് ആദ്യം. ശരത്ത്, മഹാരാഷ്ട്ര ഇപ്പോൾ ബി.ജെ.പി. മഹായുതി സഖ്യം 145 സീറ്റുകളിലും മഹാവികാസ് അഘാടി സഖ്യം 129 സീറ്റുകളും മറ്റ് അപേക്ഷ പകർന്നതിനെയാണ് നില. 288 സീറ്റിൽ 285 സീറ്റുകളിലേക്കുള്ള ലീഡ് തന്നെയാണ് ഇപ്പോൾ മഹാരാഷ്ട്ര വന്നിരിക്കുന്നത്. അത് 145 മഹായുതി, കോൺഗ്രസ് 129. ഇഞ്ചോടിഞ്ചൊരു പോരാട്ടം തന്നെയാണ് മഹാരാഷ്ട്രയിൽ കാണാൻ കഴിയുന്നത്. ഇനി ജാർഖണ്ഡിലേക്ക് പോയാൽ ഒരു കാര്യം, ഈ അഭിപ്രായ സർവേകളിൽ കണ്ടതുപോലത്തെ ഒരു ഭീതിപ്പെടുത്തുന്ന സാഹചര്യം ഇന്ത്യ മുന്നണിക്കില്ലെന്നാണോ? തീർച്ചയായും ഇപ്പോഴത്തെ ആദ്യ മണിക്കൂറിലെ ട്രെൻഡ് നമുക്ക് ഞാനൊന്ന് ചേലക്കരയിലേക്ക് പോവുകയാണ്. ചേലക്കരയിൽ 3,781 ലീഡ് വർദ്ധിച്ചിരിക്കുന്നു. ദേശമംഗലത്തിന്റെ കണക്കുകൾ വന്നു തുടങ്ങുന്നു. 3,781 അവിടെ യുവർ പ്രദീപ് ലീഡ് വർദ്ധിപ്പിക്കുകയാണ്. സാലി ദേശമംഗലത്തിന്റെ വോട്ടുകൾ എണ്ണുമ്പോൾ ഇതാ 3,781 ലീഡ് വർദ്ധിച്ചിരിക്കുന്നു. പ്രതീക്ഷ വേഗം 781 എന്ന് പറയുന്നത് ഒരു മെച്ചപ്പെട്ട ലീഡ് തന്നെയാണെന്ന കാര്യത്തിൽ തർക്കമില്ല. ദേശമംഗലത്തെ മുഴുവൻ കണക്കും ഏതാണ്ട് വന്നിട്ടുണ്ട്. ഒരു ബൂത്തോ മറ്റോ ഇനി അവശേഷിക്കുന്നുള്ളൂ. അപ്പോൾ സെക്കൻഡ് റൗണ്ട് പൂർത്തിയാകും. ഈ സെക്കൻഡ് റൗണ്ട് പൂർത്തിയായപ്പോൾ കഴിഞ്ഞ വർഷത്തെ കണക്ക് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. 2024 ലോക്സഭയിൽ 1956 വോട്ടിനായിരുന്നു LDF ലീഡ് നേടിയത്. ലോക്സഭയിൽ ഈ റൗണ്ട് പൂർത്തിയായപ്പോൾ 1956 മാത്രമായിരുന്നു LDFന്റെ ലീഡ്. LDF 5,200 വോട്ട് മൊത്തം ഈ മണ്ഡലത്തിൽ ലീഡ് പിടിച്ചു എന്ന് ഓർക്കണം. അപ്പോൾ 2024 ലോക്സഭയിൽ ഈ റൗണ്ട് പൂർത്തിയായപ്പോൾ 1956 ആയിരുന്നു. ഇപ്പോൾ ആ റൗണ്ട് പൂർത്തിയായപ്പോൾ 3,781 പക്ഷേ 2021 നിയമസഭയെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറവാണ്. അതായത് കഴിഞ്ഞ നിയമസഭയിലെ ഭൂരിപക്ഷത്തിലേക്ക് വരുന്നില്ല, എന്നാൽ ലോക്സഭയേക്കാൾ ഉയർന്ന ഭൂരിപക്ഷത്തിലേക്ക് വന്നിട്ടുമുണ്ട്. അപ്പൊ ഈ മണ്ഡലം സുരക്ഷിതമായി LDFന്റെ കൈവശം തന്നെ ഇരിക്കും എന്ന് ഉറപ്പിക്കാവുന്ന. അതായത് ഇപ്പോൾ ചേലക്കരയുടെ കാര്യത്തിൽ പറയുന്ന 3,781 എന്ന് പറയുന്നതിൽ തപാൽ വോട്ട് ഉൾപ്പെടുന്നുണ്ടോ? തപാൽ വോട്ടും 1-ാം റൗണ്ടിലെ 1,890 വോട്ടിന്റെ ലീഡും കുറച്ചാൽ കാണുന്നതാണോ ഈ കാണുന്ന 3,781? ഈ 3,781 തപാൽ വോട്ട് ഉൾപ്പെടുത്തിയിട്ടില്ല. തപാൽ വോട്ടിൽ ഒരു ലീഡ് ഇതിനൊപ്പം തന്നെ LDFന്റെ ആഡ് ചെയ്ത് വരാനുമുണ്ട്. ഈ നമ്മൾ 2021 2024 കണക്ക് പറയുന്നത് അക്കാലത്തെ തപാൽ വോട്ട് കൂടാതെയുള്ള കണക്കാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത്തവണയും തപാൽ വോട്ട് കൂടാതെയുള്ള കണക്ക് നൽകിയത്. അപ്പോൾ ശരാശരി ദേശമംഗലത്ത് പൊസിഷനിലേക്ക് LDF എത്തിയിരിക്കുന്നു എന്ന നിഗമനത്തിലേക്ക് എത്താം. ദേശമംഗലത്ത് ലഭിച്ച ലീഡ്, ദേശമംഗലത്തിൻ്റെത് മാത്രമായ ലീഡ് എത്ര വരും ശരാശരി? ആ ലീഡിലേക്ക് ഒരു 1,900 വോട്ടിന്റെ ലീഡ്, 1911 ആ നില 1,900 വോട്ടിന്റെ ലീഡ് ദേശമംഗലം നൽകിയിട്ടുണ്ട് എന്ന് പറയാം. അതാണ്, അതായത് നോക്കിയാലറിയാം ദേശമംഗലത്ത് അതായത് ദേശമംഗലത്തിന്റെ മാത്രം ഒരു കണക്ക് പറഞ്ഞു ശരത്തെ, ലോകസഭയുമായിട്ട് നമുക്ക് ദേശമംഗലത്തിൻ്റെ മാത്രം കണക്കൊന്നും താരതമ്യം ചെയ്താൽ
ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ദേശമംഗലം പഞ്ചായത്ത് മാത്രം 148 വോട്ടിന്റെ ലീഡ് അതാണ് ഞാനും പറയാൻ മാത്രമാണ് LDF ന്. അതാണ് സാലി, അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വെറും 148 വോട്ടിന്റെ ലീഡ് മാത്രം നേടിയ ദേശമംഗലം പഞ്ചായത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 148 വോട്ടിൻ്റെ മാത്രം ലീഡ് നേടിയ ദേശമംഗലം പഞ്ചായത്തിൽ LDF 2000-നടുത്ത് ലീഡ് ഇപ്പോൾ ഈ റൗണ്ടിൽ ദേശമംഗലത്ത് ഉറപ്പിച്ചിരിക്കുന്നു. 2021 കെ രാധാകൃഷ്ണൻ മത്സരിച്ചപ്പോഴും 2807, ഇപ്പോൾ തന്നെ വരുന്ന ഒരു റഫ് എസ്റ്റിമേറ്റിൽ തന്നെ, റഫ് കണക്കിൽ തന്നെ 1900 എന്നതാണ് കാണുന്നത്. അപ്പോൾ ഈ രണ്ടാം റൗണ്ടിൽ ദേശമംഗലം ഏതാണ്ട് 2000-നടുത്ത് 1900 വോട്ടിൻ്റെ ലീഡ്, 1890 ഒന്നാം റൗണ്ടിൽ വരവൂര് LDF-ന് നൽകിയ ലീഡെങ്കിൽ 1900 രണ്ടാം റൗണ്ടിൽ ദേശമംഗലം നൽകിയ ലീഡ്. അതിൻ്റെ കൂടി പോസ്റ്റൽ വോട്ടും കൂടി ചേർക്കുമ്പോൾ 3781 എന്ന നിലയിലേക്ക് വളരെ മെച്ചമായി തുടക്കം മുതൽ കിട്ടിയ ലീഡിനെ മേൽക്കൈ നിലനിർത്തി പോകുന്നു. ഏതാണ്ട് ദേശമംഗലത്തെയൊക്കെ LDF-ൻ്റെ കണക്കുകൂട്ടലിന് അടുത്ത് തന്നെ ലീഡ് ഏതാണ്ട് എത്തിയിട്ടുമുണ്ട് അല്ലേ സാലി? അത് ഞാൻ ഒരു കണക്ക് കൂടെ പറയാം. 2016 നിയമസഭയിൽ ഇതേ പ്രദീപ് മത്സരിച്ചപ്പോൾ ദേശമംഗലം പഞ്ചായത്തിൽ നിന്ന് 2468 വോട്ടിന് ലീഡ് ഉണ്ടായിരുന്നു. ഇതിപ്പോൾ വളരെ നല്ല റൗണ്ടിൽ തന്നെ 1900-ലധികം ഉണ്ട്. ദേശമംഗലം പഞ്ചായത്തിൻ്റെ ഒന്നാം ബൂത്ത് ഫസ്റ്റ് റൗണ്ടിൽ പോയിട്ടുണ്ട്. അത് കൂടാതെയാണ് 1900 ലീഡ്. അപ്പോൾ ഒരു 2000-ന് മുകളിൽ ലീഡ് ദേശമംഗലം പഞ്ചായത്ത് നൽകിയിട്ടുണ്ടെന്ന് കണക്ക് കൂട്ടാം. അതായത് 2021 കെ രാധാകൃഷ്ണൻ നൽകിയതിന് തൊട്ടടുത്തൊരു ലീഡ് ദേശമംഗലം പഞ്ചായത്ത് പ്രദീപിന് ഇത്തവണ നൽകിയിട്ടുണ്ട്. 2016 പ്രദീപിന് നൽകിയ ലീഡിൻ്റെ അടുത്തും എത്തിയിട്ടുണ്ട്. എന്നാൽ 2024 ലോക്സഭയിൽ കിട്ടിയതിൻ്റെ 10 മടങ്ങ് ലീഡ് LDF-ന് കിട്ടിയിട്ടുണ്ട്. 148 എന്നുള്ളത് 2000-ലേക്ക് ഏറ്റവും വലിയ പൊളിറ്റിക്സ് അതാണ്. ലോക്സഭയുമായി കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും വലിയ സാലി പറഞ്ഞ നമ്മളിപ്പോൾ സംസാരിച്ച ഈ പോയിന്റാണ്. അതായത് UDF-ന് വലിയ ആധിപത്യം, രമ്യ ഹരിദാസ് തന്നെ സ്ഥാനാർത്ഥിയായി മത്സരിച്ചപ്പോൾ കേവലം 148 വോട്ടിൻ്റെ ലീഡ് മാത്രമാണ് കെ രാധാകൃഷ്ണന് ദേശമംഗലത്ത് നേടാനായത്. ആ ദേശമംഗലത്ത് ഇപ്പോൾ LDF 1900 വോട്ടിൻ്റെ ലീഡ് ആ പഞ്ചായത്തിൽ ഇതുവരെ വന്ന വിവരങ്ങൾ പ്രകാരം രണ്ടാം റൗണ്ടിൽ നേടിക്കഴിഞ്ഞു. 2016 ഇതേ മണ്ഡലത്തിൽ UR പ്രദീപ് തന്നെ മത്സരിച്ചപ്പോൾ കിട്ടിയ അന്ന് 2000-ൽ പരം വോട്ടിൻ്റെ ലീഡായിരുന്നു. അതിനടുത്തേക്ക് തന്നെ വലിയ വ്യത്യാസമില്ലാതെ അതിനടുത്തേക്ക് തന്നെ ഇപ്പോഴും ഉപതെരഞ്ഞെടുപ്പാണ്. വളരെ ശക്തമായ ഉപതെരഞ്ഞെടുപ്പ്. UDF വളരെ ശക്തമായ പ്രചരണം കാഴ്ചവെച്ച ചേലക്കരയിൽ അതിനടുത്ത് തന്നെ വോട്ട് ഈ രണ്ടാം റൗണ്ടിൽ ദേശമംഗലം പഞ്ചായത്തിൽ നേടാൻ LDF-ന് കഴിഞ്ഞിരിക്കുന്നു. 148-ൽ നിന്നാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേടിയ കേവലം 148 വോട്ടിൻ്റെ ലീഡിൽ നിന്നാണ് ചേലക്കരയിലെ ദേശമംഗലം ഇപ്പോൾ 2000-നടുത്ത് ലീഡിലേക്ക് ഈ രണ്ടാം റൗണ്ടിൽ LDF-നെ പ്രദീപിനെ എത്തിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് ഈ പറഞ്ഞ 3000-ൽ പരം വോട്ടുകളുടെ ലീഡിന് ചേലക്കരയിൽ വളരെ കംഫർട്ടബിൾ ആയി 1781 വളരെ കംഫർട്ടബിൾ ആയിട്ട് നിൽക്കുന്നു. അതൊരു സൂചന കൂടിയാണ്. ആ സൂചന എന്ന് പറയുന്നത് 2 പഞ്ചായത്ത് ഏതാണ്ട് കഴിഞ്ഞിരിക്കുന്നു. ദേശമംഗലം ചില ബൂത്തുകൾ ഉണ്ടാകാമെന്നാണ് സാലി പറഞ്ഞതിൽ നിന്ന് എനിക്ക് തോന്നുന്നു. 1-2 ബൂത്തുകളുണ്ട്. അതാ ഇപ്പോൾ ചെറുതുരുത്തിയുടെ കൂടെ വള്ളത്തോൾ നഗറിൻ്റെ കൂടെ എണ്ണിപ്പോകുന്ന കൂട്ടത്തിൽ വരികയും ചെയ്യും. അപ്പോൾ 2 റൗണ്ട് കഴിഞ്ഞു, 2 പഞ്ചായത്ത് കഴിഞ്ഞു, തപാൽ വോട്ട് കഴിഞ്ഞു. ചേലക്കര ഏത് നിലയിലാണ് ചിന്തിക്കുന്നത് എന്ന് വ്യക്തമാകുന്ന നിലയിൽ തന്നെയാണ് പോകുന്നത്. കാരണം ദേശമംഗലത്തെ ലീഡ് കാര്യമായി വർദ്ധിപ്പിച്ചു എന്നുള്ളതാണ് ഈ റൗണ്ടിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. 148-ൽ നിന്ന് ഒരു അനൗദ്യോഗിക 4000 കടന്നു, 4136 അനൗദ്യോഗിക വിവരമാണ്. എങ്കിലും ഞാനത് പറഞ്ഞതേ ഉള്ളൂ. പ്രദീപിന്റെ ലീഡ് 4000 കടന്നു. ഇനി ഞാൻ ഒറ്റ മിനിറ്റ്, ഞാൻ ജസ്റ്റ് ഈ ജാർഖണ്ഡ് മഹാരാഷ്ട്ര എന്ന് പറഞ്ഞത് വളരെ രസകരമാണ് കാര്യങ്ങൾ. ജാർഖണ്ഡിൽ NDA 40, ഇന്ത്യ സഖ്യം 39. NDA 40, 39, ആകെ 81 ഇടമാണുള്ളത്. അവിടെ 40 NDAയും 39 ഇന്ത്യ സഖ്യവും ലീഡ് ചെയ്യുന്നു. എന്തും സംഭവിക്കാം. മറ്റൊന്ന് മഹാരാഷ്ട്രയിൽ മഹായുതി സഖ്യം, അതായത് നമ്മുടെ BJP സഖ്യം 146-ൽ നിൽക്കുമ്പോൾ മഹാവികാസ് അഘാടി 131-ലേക്ക് എത്തിയിരിക്കുന്നു. അവിടെയും ഇഞ്ചോടിഞ്ച് ഫൈറ്റ് തന്നെയാണ്. എന്തും സംഭവിക്കാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അപ്പോൾ ഇനി തിരിച്ചു ചേലക്കര 4000 ആയി. അത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടാ പോയത്. 4000 എന്നാ പിടിച്ചു. 4136 ചേലക്കരയിൽ ലീഡ് ഉയർത്തുകയാണ് LDF. പ്രിയങ്ക 57,000-ൽ പരം വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു. ചേലക്കരയിൽ പ്രദീപ് 4000-ൽ പരം വോട്ടുകൾക്ക് 4136 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു. പാലക്കാടാണ് ഇനി നോക്കേണ്ടത്. മനു പാടുപെടും. അല്ല, ഞാൻ പറയട്ടെ. വയനാട് ഇനി ശരത്തേടെ ലീഡ് പറഞ്ഞു. ഞാൻ പാലക്കാടും ചേലക്കരയും പറയാം. അത് ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടേക്ക് വരേണ്ടി വരും.